മേഡം എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നും. അദ്ദേഹം നല്ലവനാണ്. മേഡത്തിന് വലിയ സ്നേഹമാണ്. ഇത് പറയാനായിരിക്കും നിനക്ക് പണം തന്നോടെ നിയമിച്ചിരിക്കുന്നത് അല്ലേ? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ജീവിക്കാൻ വേണ്ടി ഞാനിവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹം എനിക്ക് ശമ്പളം തരുന്നു. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് ജോലി ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാരും ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കാണ്. അദ്ദേഹത്തെ മേഡം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം സിംഗപ്പൂരിൽ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ വലിയ എന്തെങ്കിലും വഴക്കുണ്ടായി കാണും അല്ലേ? ഗെറ്റ് ഔട്ട്. വാദിക്കാൻ വന്നിരിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടായത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ബിന്ദുവുമായി പരിചയപ്പെടാനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാനും കഴിയില്ലായിരുന്നല്ലോ. എനിക്ക് പേടിയാണ്. ഇവിടെ വന്ന ദിവസം മുതൽ പേടിച്ചാണ് കഴിയുന്നത്. രാത്രിയാൽ ആ ബംഗ്ലാവിൽ എവിടെയൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കാം. ഒരു ദിവസം രാത്രി മിസ്സസ് ദേവി മേനോന്റെ മുറിയിൽ നിന്ന് ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടു. ഞാൻ ചെന്ന് നോക്കുമ്പോ അവർ ആ കട്ടിലിൽ മുഖം കുനിച്ചിരുന്ന് കരയുന്നതാണ് കണ്ടത്. മരിച്ചുപോയവരുടെ ആത്മാവ് ശല്യം ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മരിച്ചുപോയവർ തിരിച്ചു വരുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബിന്ദുവിന് ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മിസ്റ്റർ രാജിനോട് വിവരങ്ങളെല്ലാം പറയാം. ഒരു ചെറിയ ചടങ്ങ് നടത്തി നമുക്ക് ഒന്നിച്ച് ജീവിതം ആരംഭിക്കാം. എന്താ നീയൊന്നും മിണ്ടാത്തെ? എന്തിനാ ബിന്ദു വിഷമിക്കുന്നത്? ഇപ്പൊ എനിക്കതിന് സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കരുത്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് എന്നോട് പറയാൻ പഠിക്കുന്നത്. എപ്പോഴും എന്നെ അങ്ങനെ കരുതരുത്. വരൂ. സാറേ, ശങ്കരി കണ്ടു. എന്ത് കണ്ടു? ഒരു കാഴ്ച, കാണാൻ പറ്റാത്ത കാഴ്ച. തുറന്നു പറയണോ? റബ്ബർ തോട്ടത്തിൽ സാറിന്റെ സെക്രട്ടറിയും നമ്മുടെ ഗോപിനാഥൻ സാറും കൂടെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. എനിക്കാണെ നാണം കൊണ്ട് വയ്യ. അങ്ങനെ നോക്കി നിൽക്കുകയല്ലായിരുന്നു സാറേ. ഞാൻ ചന്തയിൽ പോയിട്ട് വരികയായിരുന്നു. തോട്ടത്തിലെത്തിയപ്പോ ഒരു പെണ്ണിന്റെ ചിരി. ഈ പട്ടാപ്പകലും പ്രേതം ഇറങ്ങിയൊന്ന് സംശയിച്ചു നോക്കുമ്പോഴെന്താ, എന്റെ മണ്ടക്കാട്ട് ഭഗവതി, പ്രേതത്തിന് പകരം പ്രേമം. താൻ വെക്കോ. ഇക്കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട. മനസ്സിലായോ? മനസ്സിലായി സർ. വെക്കോ. ബിന്ദു, നീ എവിടെയായിരുന്നു എന്ന് എനിക്കറിയാം. ഒരു പോലീസ് ഓഫീസറെ പ്രേമിച്ചു നടക്കാനല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോ ഉദ്ദേശം മറന്നു പോകുന്നവരുണ്ട്. എനിക്കവരെ പുച്ഛമാണ്. ബിന്ദുവിന് മനസ്സിലാകുന്നുണ്ടല്ലോ? സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീ ചെറുപ്പമാണ്. പ്രേമമെന്ന് കേട്ടാൽ പിടഞ്ഞു വീഴുന്ന പ്രായം. ഈ വീട്ടിൽ ഞാൻ അറിയാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കും നിന്റെ യജമാനത്തിക്കും ആർക്കും. ശരി, ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകുന്നു. നാളെ വരും. ആരെ ഫോൺ ചെയ്താൽ പറയണം. ഞാൻ കാറെടുത്ത് പോകുന്നു. നിനക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. നാളെ കാണാം. ബൈ.
ഇപ്പോഴെങ്കിലും എന്റെ മുറിയിലേക്ക് കിടക്കണമെന്ന് തോന്നിയില്ലോ? ഞാൻ നിങ്ങൾ പോയോന്നറിയാൻ. പോയതായിരുന്നു, പക്ഷേ എന്തോ ഒരു തോന്നൽ തിരിച്ചു വരണമെന്ന്. ഒരു പക്ഷേ നിനക്കെന്നെ കാണണമെന്ന് തോന്നിയുണ്ടാവാം. നിൽക്കൂ, ഏതായാലും എന്നെ കാണാമെന്നല്ലേ. വരൂ. വിടൂ, ഇത് എന്റെ വീടാണ്. ഏത് മുറിയിലും കയറി ചെല്ലാൻ എനിക്ക് അധികാരമുണ്ട്. അതിനാരും പേടിക്കും വേണ്ട. കറക്റ്റ്. പിന്നെ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തിനു പേടിച്ചു കുറയ്ക്കുന്നു? നോക്കൂ ദേവി, കഴിഞ്ഞതൊക്കെ മറക്കാം. ഞാനൊരു പുരുഷനാണ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹമുള്ളത്. നമ്മളിങ്ങനെ അകന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കെന്ത് ലാഭം? ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം. നിൽക്കൂ. എന്റെ മുറി പരിശോധിക്കാനാണ് വന്നതെങ്കിൽ ഞാൻ മാറിത്തരാം. എന്റെ മുറിയുടെ വാതിലുകൾ നിനക്ക് വേണ്ടി എന്നും തുറന്നു തന്നെ കിടക്കും. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ഗോപിനാഥ്. പ്രേമം പല പ്രായത്തിൽ പല തരത്തിലാണ്. നട്ടുച്ചയ്ക്ക് ആടിപ്പാടി നടക്കുന്നത് പ്രേമം മൂത്ത് അല്പം കുഴപ്പമുണ്ടാകുമ്പോഴാണ്. അല്ലേ മിസ് ബിന്ദു? ഞാൻ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. ബൈക്ക് വെച്ച് വിഷമിക്കേണ്ട മിസ്റ്റർ ഗോപിനാഥ്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് അസൂയാണ്. വിവാഹം കഴിഞ്ഞിട്ടും അന്യനായി കഴിയേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മിസ് ബിന്ദു, ഞാൻ ഏൽപ്പിച്ച ജോലികൾ ധാരാളം ബാക്കിയുണ്ട്. പൊയ്ക്കോളൂ. വരൂ. ഞാൻ സ്വർഗത്തിലെ കട്ടറുമ്പായല്ലേ, ശപിക്കരുത്. കമാ. എന്റെ മണ്ടക്കായിട്ട് ഭഗവതി സാറിങ് എത്തി. ഒന്ന് നിൽക്കൂ സാറേ. എന്താടോ? ഞാൻ സാറ് വരുന്നത് നോക്കി കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ഈ ശങ്കരി. എന്തിന്? ഈ ശങ്കരിക്ക് എല്ലാവരും വേണം. സാറും വേണം, കൊച്ചമ്മയും വേണം. അതുകൊണ്ട് പറയുവാ, ഇന്നിവിടെ 2-3 പേര് വന്നിരുന്നു. അവര് കൊച്ചമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. സാറ് ആരാണെന്ന് അറിയണമെന്നോ അതവര് ഏറ്റെന്നോ എന്റെ മണ്ടയ്ക്കായിട്ട് ഭഗവതി എനിക്കൊന്നും അറിഞ്ഞൂടാ. ദേവി അവർക്ക് പണമോ മറ്റോ കൊടുക്കുന്നത് കണ്ടോ? അത് ശങ്കരി കണ്ടില്ല. ഏതായാലും എന്റെ സാറൊന്ന് കരുതി നടക്കണം. അത് പറയാനാ ശങ്കരി കാത്തിരുന്നത്. ശരി, ഏതായാലും ഈ വിവരം എന്നോട് പറഞ്ഞ കാര്യം മറ്റാരും അറിയണ്ട. ഇല്ല സർ. ഈ രാത്രി എന്നെ ഒറ്റയ്ക്കിട്ടിച്ച് പോവാണോ സാറേ? സാറേ,
നിൽക്കൂ. ഇവർക്ക് എന്തെങ്കിലും കൊടുത്തുവിടൂ. ദേവി ഏർപ്പാട് ചെയ്ത ആൾക്കാരല്ലേ, വെറും കൈയോടെ പോകുന്ന കഷ്ടമല്ലേ. ഇനിയും വല്ല പ്ലാനും ഉണ്ടോ? എന്താ സർ? ഒന്നുമില്ല. ബിന്ദു പോയി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. കഴിഞ്ഞത്ര സമയം വീട്ടിന് പുറത്ത് കഴിച്ചു കൂട്ടാൻ ശ്രമിക്കാണ് ഞാൻ. അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ കൊല്ലപ്പെടുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്നലെ ഇവിടെ ചെറിയൊരു അടി നടന്നു അല്ലേ? ആരാണ് ആ റൗഡികളെ മുറിക്കകത്ത് കയറ്റിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഏതായാലും അത് വേണ്ടായിരുന്നു. നിങ്ങൾക്കത് പറയാം. പക്ഷേ ഇവിടെ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയാവൂ. എന്റെ എല്ലാ ശ്രമങ്ങളും അയാൾ പരാജയപ്പെടുത്തുന്നു. വാസ്തവത്തിൽ എനിക്ക് പോലും ഇപ്പൊ സംശയം തോന്നുന്നു. എന്ത്? മിസ്റ്റർ രാജൻ ദേവിയുടെ ഭർത്താവ് തന്നെ അല്ലേന്ന്. ഗോപി, ദയവ് ചെയ്ത് നിങ്ങളൊരു ഉപകാരം ചെയ്യൂ. എന്നെ ഒന്ന് കൊന്നു തരൂ. നീതിയും ന്യായവും പ്രസംഗിച്ച് നടക്കാനേ നിങ്ങൾക്ക് കഴിയൂ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വീട്ടിൽ ഒരു പറ്റം കൊള്ളക്കാർ വന്നു കയറിയിട്ടും നിങ്ങളുടെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. താങ്ക് യു മിസ്റ്റർ ഗോപി, താങ്ക് യു. ബിന്ദുവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ നീയൊന്നും പറയില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല ഗോപേട്ട. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. അവർ തമ്മിൽ എന്നും വഴക്കാണ്. ഇതിനിടയിൽ ഒരു കാവൽക്കാരിയുടെ ജോലി മാത്രമാണ് എനിക്കുള്ളത്. എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു. നീ അടക്കം എല്ലാവരും. ഗോപേട്ട, ഒന്ന് ചോദിച്ചോട്ടെ. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഗോപേട്ടൻ ഈ കാര്യത്തിൽ കാണിക്കുന്ന എന്തുകൊണ്ടാണ്? ദേവിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വെച്ചോളൂ. പക്ഷേ ആ സ്നേഹത്തിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. സർ, കോഫി. ദേവിയാണോ ഗിറ്റാർ വായിക്കുന്നത്? അതെ, ഞാൻ ഇന്നലെയും കേട്ടു. നിങ്ങളോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ, എന്റെ ദേവി. ഇത്ര നന്നായി ഗിറ്റാർ വായിക്കാൻ നീ എന്ന് പഠിച്ചു? പുറമേക്ക് പരിശ്രമമാണെങ്കിലും നിന്റെ മനസ്സ് എത്ര ലോലമാണ്. നിങ്ങൾ കേൾക്കാനല്ല ഞാൻ ഗിറ്റാർ വായിച്ചത്. എന്തോ ആയിക്കൊള്ളട്ടെ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. നിർത്തണ്ട, വായിച്ചോളൂ. ഞാൻ പോയി തരാം.